ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ 2-3 ദിവസമായിട്ട് വീഡിയോസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് തിരക്കിലായിരുന്നു. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നമ്മുടെ ഒരു ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട്. നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം ഇട്ടില്ലൊരു വീഡിയോ, നമ്മുടെ വരാലിന നമ്മുടെ ക്യാറ്റ് ഫിഷിനെ കൂടി ഇട്ടത്. പക്ഷേ അത് ഇത്തിരി പ്രശ്നമായി. ക്യാറ്റ് ഫിഷിനല്ല, നമ്മുടെ ഷെവൽ നോസിൻ്റെ വാലൊക്കെ മറ്റേ വരാൽ കടിച്ചിട്ട് ഞാനിപ്പോൾ അതിനെ പിടിച്ച് മാറ്റിയിട്ടാണ്. അപ്പോൾ ഒരു ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട്, അതൊന്ന് നമുക്ക് കട്ട് ചെയ്തൊക്കെ ശരിയാക്കാനുണ്ട്. അതിൻ്റെ ആ മുകളിലത്തെ കവറും അതൊക്കെ പൊളിച്ച് കളയണം. അതൊക്കെ കളഞ്ഞൊന്ന് സെറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇനിയും കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഫ്രിഡ്ജ് ബോക്സാണ് അപ്പോൾ സെറ്റാക്കി എടുക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ വലയും സാധനങ്ങൾ കിടക്കണതാണ്. അതൊക്കെ എന്തായാലും നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളിത് MC ഒട്ടിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് ഹോളുകളുണ്ട്. നമ്മൾ അത് ഒട്ടിച്ചാലും സെറ്റാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഇത് ഡബിൾ ഡോർ ഫ്രിഡ്ജായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഷീറ്റ് ഇട്ടാണ് എടുക്കണത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡബിൾ ഡോറിൻ്റെ ഇവിടുത്തെ ഗ്യാപ്പ് ഇതില്ലേ അടച്ചു വെച്ചിരുന്നത്, ഇതായിരുന്ന പീസ് 2 കള്ളിയാക്കണത്, അതാണ്ട് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഇപ്പം അത്യാവശ്യം നല്ല വലിപ്പമായല്ല. ഇനി ഇതിൻ്റെ പുറമെയുള്ള ആ ഇരുമ്പിൻ്റെ ഇതും കൂടെ കണ്ട് പൊട്ടിച്ച് കളയണം. എന്നിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഷീറ്റ് ഇട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ എല്ലാം പൊളിച്ച് കളഞ്ഞ് ഇരുമ്പിൻ്റെ ഇതൊക്കെ മൊത്തം പൊളിച്ച് കളഞ്ഞു. അല്ലെങ്കിൽ ഈ സാധനം നമുക്ക് പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് സെറ്റായി. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വരാലിനിടാൻ പോകുന്നത്. പുള്ളി ഷീറ്റപ്പം മേടിച്ചിടണം. ഇപ്പം എന്തായാലും ഷീറ്റ് ഒന്നും മേടിക്കാൻ പറ്റൂല, നാളെ മേടിക്കും. ഇപ്പം എന്തായാലും ബാക്കി ഇതിന് സെറ്റ് ചെയ്യുമ്പോൾ ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഫ്രിഡ്ജ് ഈ സൈഡിൽ സെറ്റ് ചെയ്തത് നമ്മുടെ പീകോക്ക് ഗ്ലാസിൻ്റെ ഒക്കെ സൈഡിൽ നമ്മുടെ കോക്ടെയിലിൻ്റെ ഒക്കെ അടിയിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് അവിടെയൊക്കെ ആയിട്ട് കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ ഷീറ്റ് കീറാൻ ചാൻസ് ഉണ്ട്. ഇവിടെയൊക്കെ അവിടെയൊക്കെ പൊട്ടുള്ളിടത്തൊക്കെ നമുക്ക് എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും പഴയ സാധനങ്ങൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഷീറ്റിട്ട് മൂടാം, സെറ്റാക്കാം. അല്ല, ഷീറ്റിട്ട് മൂടാന്നല്ല, ഷീറ്റ് വിരിച്ച് സെറ്റാക്കാം. എന്നാലും അത് വിരിച്ചിട്ട് ബാക്കി കാണിച്ചു തരാം. അതായത് നമ്മൾ ഷീറ്റ് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിട്ടേ ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനുണ്ട് ഷീറ്റേ. അപ്പോൾ എന്തായാലും വെള്ളം നമുക്ക് നിറക്കാം, ഓസ് കുത്തിയിടാം. അപ്പോൾ നമ്മൾ വെള്ളം കുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും ഇത് നിറയട്ടെ. അപ്പോൾ അതേ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം മുകളിൽ വലി ഇടണം. ഇവന്മാർ നല്ല ചാട്ടക്കാരാണ്. അപ്പോൾ എന്തായാലും മുകളിൽ വലി ഇട്ടില്ലെങ്കിൽ പണി പാളും. അതുകൊണ്ട് വലയൊക്കെ ഇട്ട് സെറ്റായിട്ട് നമുക്ക് അഴിച്ചിടാം എന്തായാലും നമ്മുടെ വരാലിന. അതേ നമ്മുടെ ടാങ്കൊക്കെ സെറ്റാക്കി വലയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നല്ല കട്ടിയുള്ള വല തന്നെയാണ്, നീല വല. ഇനി നമുക്ക് നമ്മുടെ വരാലിന അതിലോട്ട് ഇടാം. അതെ, ആളിപ്പോൾ തൽക്കാലം നമ്മൾ ഇതിലാണ് ഇട്ട് വെച്ചിരുന്നത്. പിന്നെ ഇയാളെന്തായാലും പിടിച്ച് നമുക്ക് അതിലോട്ട് മാറ്റാം. ആളിപ്പോൾ നല്ല രീതിക്ക് ഫീഡൊക്കെ എടുക്കാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിലോട്ട് വിടാം. ബാക്കി നല്ല ഹാപ്പി ആയിട്ട് നീന്തി നടക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പം അതിൻ്റെ ടെയിലൊക്കെ അന്ന് പൊട്ടിയിടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നല്ല ക്ലിയറായി. ആള് നല്ല സെറ്റായിട്ടുണ്ട് ഇപ്പോൾ. അതേ, ആള് നല്ല ഹാപ്പി ആയിട്ട് ഇതിൽ നടപ്പുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ഈ വലയും കൂടെ ഒന്നിട്ട് സെറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ആള് ചാടിപ്പോവും. നമുക്ക് എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ വരും വീഡിയോകളിലൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് മറക്കാണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാലും നമുക്ക് ഈ വല ഒന്ന് ഇടാം. അപ്പോൾ അതേ വലയൊക്കെ ഇട്ട് സെറ്റാക്കി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം.